അങ്ങനെ ആർക്കും അത്ര പരിചയമില്ലാത്ത ഒരു വാക്കാണ് ഹൈപ്പോട്രോഫി ട്രെയിനിങ്. ഇത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതികളിൽ ഒരു അപ്രോച്ചാണ് ഈ ഹൈപ്പോട്രോഫി ട്രെയിനിങ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഹൈപ്പോട്രോഫി ട്രെയിനിങ്, എങ്ങനെയാണ് ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നൊക്കെയാണ്. ഹൈപ്പോട്രോഫി ട്രെയിനിങ് എന്ന് വെച്ചാൽ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിലിൻ്റെ മാസും സൈസും കൂടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മസിലിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഈ ഹൈപ്പോട്രോഫി ട്രെയിനിങ് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഈ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെറ്റിൽ 8 മുതൽ 12 റെപ്സ് വരെ ചെയ്യണം. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് ഞാൻ ബെഞ്ച് പ്രസ് എന്ന വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സെറ്റിൽ അതിൽ 8 മുതൽ 12 നമ്പർ കിട്ടണം. ഇത് ഈ 8 മുതൽ 12 തന്നെ ആവണമെന്നില്ല, നമുക്ക് ഈ 15 ചെയ്യാം, 20 ചെയ്യാം, 25 വരെ ചെയ്യാം. പക്ഷേ നമ്മൾ നമ്മുടെ ഫെയിലിയർ വരെ ചെയ്യണം. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ നല്ല കറക്റ്റ് ടെക്നിക്കിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം രീതിയിൽ ചെയ്യണം. അങ്ങനെ 3, 4, 5 സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഗോളും നിങ്ങളുടെ റിക്കവറിയും അനുസരിച്ച്. പിന്നെ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുമ്പോൾ റെസ്റ്റ് പീരീഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ സെറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കുള്ള സമയം അത് 30 മുതൽ 90 സെക്കൻഡ് വരെ മാത്രമേ ഹൈപ്പോട്രോഫി ട്രെയിനിങ്ങിൽ നമ്മൾ എടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ നല്ല വോളിയത്തിൽ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വെയിറ്റും സെറ്റ്സും എല്ലാം നമ്മൾ കൂട്ടി ചെയ്യുക. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മസിൽ ഗ്രോത്തും ഉണ്ടാകും ഒരു ലോങ് ടൈമിൽ. പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തതാണ്, ഇത് കാണാത്തവർ കാണുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഈ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ്, നമ്മുടെ മസിൽ മാസും മസിലിൻ്റെ ഷേപ്പും നന്നായിട്ട് കൂടും. എല്ലാ ബോഡി ബിൽഡേഴ്സും ഫോളോ ചെയ്യുന്ന ഈ ഹൈപ്പോട്രോഫി ട്രെയിനിങ് രീതിയാണ്. അതുകൊണ്ടാണ് ബോഡി ബിൽഡേഴ്സിന് നല്ല മസിൽ സൈസും പിന്നെ അതുപോലത്തെ ആസ്തെറ്റിക് ഷേപ്പും വരുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കൂടുതൽ റെപ്സ് ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ സെറ്റ്സ് ചെയ്യുന്നത് കൊണ്ടും ഇടയിലുള്ള ഈ ടൈം കുറവായതുകൊണ്ടും മസിലിൻ്റെ എൻഡുറൻസ് വളരെ കൂടുതലായിരിക്കും. മസ്കുലർ എൻഡുറൻസ് കൂടുന്നതിലൂടെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് കിട്ടും. നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, ജോയിൻസിന് ഇഞ്ചറി വരാനുള്ള സാധ്യതകൾ തടയും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ ലഭിക്കും മസിൽ എൻഡുറൻസ് കൂടുന്നതിലൂടെ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലിൻ്റെ സിമെട്രി ഇമ്പ്രൂവ് ആകും, നമ്മുടെ മസിലിൻ്റെ ബാലൻസും പെർഫോമൻസും ഡെവലപ്പ് ആകും. ചിലർക്ക് ഒരു സൈഡിൽ മസിൽ കുറവായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചിലർക്ക് ഹാൻഡിൽ, നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ മസിൽ കൂടുതലായിരിക്കും, മറ്റേ കയ്യിൽ മസിൽ കുറവായിരിക്കും. നമ്മൾ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് 100% ഒരിക്കലും ഒരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. ഈ ഇൻബാലൻസ് നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞാൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്താൽ മസിലിൻ്റെ വലിപ്പം കൂടും, പക്ഷേ മസിലിൻ്റെ സ്ട്രെങ്ത് കൂടണമെന്നില്ല. സ്ട്രെങ്ത് കൂടാൻ നമ്മൾ ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൾ കാണുന്ന പോലെയല്ല, അത്ര സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, മസിലിനൊക്കെ നല്ല വലിപ്പം കാണും. പിന്നെ ഇതിൽ കൂടുതൽ റെപ്സ് ചെയ്യുന്നത് കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ടെക്നിക്ക് പക്കയായിരിക്കണം, ഇല്ലെങ്കിൽ ഇഞ്ചറി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഓവർ യൂസിലൂടെ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഓവർ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നമ്പേഴ്സ് ചെയ്യുമല്ലോ, കുറേ റെപ്സ് ചെയ്യുമല്ലോ, അപ്പം അത് കാരണം ചിലപ്പോൾ നമ്മുടെ ഫോം തെറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫോം തെറ്റുമ്പോൾ ചിലപ്പോൾ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സ്പോർട്സിലൊക്കെ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബോക്സിങ്ങിലൊക്കെ ചെയ്യുവാണെങ്കിൽ, നമുക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് വേണം. അപ്പോൾ സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് ബോക്സിങ് നമുക്ക് സർവൈവ് ചെയ്യാൻ പാടാണ്. അപ്പോൾ സ്പീഡ് ഒക്കെ ചിലപ്പം ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുമ്പോൾ സ്പീഡൊക്കെ നമ്മുടെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിലിൻ്റെ വലിപ്പം കൂടും. പിന്നെ നമുക്ക് സ്ട്രെങ്ത് കൂടണമെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.